മാലാഖരണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സിറോ മലബാർ സഭയുടെ റാസ കുർബാനയിൽ പരികർമ്മം ചെയ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എവൻഗേലിയോൻ്റെയും സ്ലീവായുടെയും ബലിപീഠത്തിലേക്കുള്ള സംവഹിക്കലും അതിനുശേഷം നടത്തുന്ന സാഷ്ടാംഗ പ്രണാമവും. വചന ശുശ്രൂഷയുടെ പൂർത്തീകരണം എന്ന നിലയിലും കൂദാശ ഭാഗത്തിന് ഒരുക്കം എന്ന നിലയിലും കാറോസൂസ പ്രാർത്ഥനയ്ക്ക് ശേഷം എവൻഗേലിയോനും സ്ലീവായും ബലിപീഠത്തിലേക്ക് സംവഹിക്കുകയാണ്. ഇത് വചന ശുശ്രൂഷയും രഹസ്യങ്ങളുടെ കൂദാശയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കർമ്മമാണ്. സിറോ മലബാർ സഭയുടെ റാസക്രമത്തിൽ ആർച്ച് ഡീക്കൻ എവൻഗേലിയോനും സ്ലീവായും എടുത്ത് പ്രധാന കാർമ്മികൻ്റെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹം യഥാക്രമം അത് ഒന്നാമത്തെ ശംശാനയെയും രണ്ടാമത്തെ ശംശാനയെയും ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അവർ അത് മദ്ബഹായിലേക്ക് സമൂഹിക്കുന്നു. എവൻഗേലിയോനും സ്ലീവായും മദ്ബഹായിൽ സ്ഥാപിക്കുന്നതിന് ദൈവശാസ്ത്രപരമായ വലിയ അർത്ഥങ്ങളുണ്ട്. അബ്ദീശോയുടെ അഭിപ്രായത്തിൽ സ്ലീവ മിശിഹായെയും എവൻഗേലിയോൻ അവിടുത്തെ പാവന വചനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. കുർബാനയുടെ തുടർന്നുള്ള ഭാഗം കുദാശ ഭാഗമാണെന്ന് നമുക്കറിയാം. ഈ കുദാശ ഭാഗത്ത് എവൻഗേലിയോനും സ്ലീവായും ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അവിടുത്തെ സാന്നിധ്യത്താലും വാക്കുകളാലുമാണ് ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നത്. കുരിശിലെ ബലിയുടെ ആവർത്തനമായ വിശുദ്ധ കുർബാന കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്നെ നടത്തപ്പെടണം. ഈ പ്രദക്ഷിണം ആത്യന്തികമായി ഈശോയുടെ പീഡാനുഭവ യാത്രയുടെ അനുസ്മരണമാണ്. ഈശോയുടെ അന്ത്യനിമിഷങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് ഈ പ്രദക്ഷിണത്തിലൂടെ നാം ചെയ്യുന്നത്. ഇതിനോട് അനുബന്ധിച്ചുള്ള തിരുകർമ്മങ്ങളെല്ലാം ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. എവൻഗേലിയോനും സ്ലീവായും നിരാഘോഷമായിട്ടാണ് ബേമയിൽ നിന്നും മാറ്റുന്നത്. ഇത് ശിഷ്യന്മാർ ഉപേക്ഷിച്ചോടിയപ്പോൾ ഒറ്റയ്ക്കായ മിശിഹായെയും പരിഹാസങ്ങളുടെ നടുവിൽ അപമാനിതനായ മിശിഹായെയും പ്രതിദാനം ചെയ്യുന്നു. ഈ പീഡാനുഭവ യാത്രയുടെ അവസാനമാണ് ക്രൂശീകരണം നടക്കുന്നത്. ബലിപീഠത്തിൽ സ്ലീവായും എവൻഗേലിയോനും സ്ഥാപിക്കുമ്പോൾ പീഡാസഹനത്തിനൊടുവിൽ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നതിൻ്റെ അനുസ്മരണമാണ്. നമ്മുടെ റാസക്രമത്തിൽ പുരോഹിതൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്നാം ശംശാന രണ്ടാം ശംശാനയിൽ നിന്നും എവൻഗേലിയോൻ ചുംബിച്ച് സ്വീകരിക്കുന്നു. രണ്ടാം ശംശാന ഒന്നാം ശംശാനയിൽ നിന്നും സ്ലീവായും ചുംബിച്ച് സ്വീകരിക്കുന്നു. അതിനുശേഷം അവ ബലിപീഠത്തിൽ സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ സ്ലീവായും എവൻഗേലിയോനും തമ്മിൽ വേർപെടുത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെ അവിടുത്തെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുകയും അവിടുത്തെ ആത്മാവ് പറുദീസായിൽ പ്രവേശിക്കുകയും ശരീരം ഭൂമിയിൽ തന്നെ കഴിയുകയും ചെയ്തതിൻ്റെ രഹസ്യമാണ്. ബേമ ഗാഗുൽത്തായും ബലിപീഠം കർത്താവിൻ്റെ കബറിടവുമായതുകൊണ്ട് ഗാഗുൽത്തായിൽ നിന്നും കബറിടത്തിലേക്ക് നടത്തുന്ന ഈ പ്രദക്ഷിണത്തിന് കർത്താവിൻ്റെ കബറടക്ക ശുശ്രൂഷയുടെ മാനവും കൈവരുന്നു. വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ വിശുദ്ധ കുർബാനയിൽ സ്ലീവായുടെയും എവൻഗേലിയോൻ്റെയും വേർപെടുത്തൽ മിശിഹ മരണത്തിനു ശേഷം പാതാളത്തിൽ ഇറങ്ങിയെന്നുള്ള നമ്മുടെ പൗരസ്ത്യ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അനുസ്മരണമാണ്. അവിടുന്ന് പാതാളത്തിൽ ഇറങ്ങിയത് ആദത്തിൻ്റെയും അവൻ്റെ സന്തതികളുടെയും രക്ഷയ്ക്കായിട്ടാണ്. ഈ രഹസ്യത്തെയാണ് സഭ ഈ സമയം അനുസ്മരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഈ സമയം മദ്ബഹായുടെ ഉൾവശം പറുദീസ ആയി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്ലീവായുടെയും എവൻഗേലിയോൻ്റെയും സാന്നിധ്യം കർത്താവിൻ്റെ പറുദീസ പ്രവേശനത്തെ സൂചിപ്പിക്കുകയാണ്.
ഇനി സ്ലീവായുടെയും എവൻഗേലിയോൻ്റെയും മദ്ബഹയിലേക്കുള്ള മടക്കം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെയും അവിടുത്തെ സ്വർഗാരോഹണത്തിൻ്റെയും സൂചനയും കൂടെ ഇത് നൽകുന്നുണ്ട്. ഈ പ്രദക്ഷിണത്തിൽ 2 ശംശാനമാർ മാത്രം പങ്കെടുക്കുന്നു. അവർ ഗബ്രിയേലും മിഹായേലുമാണ്. അവരുടെ പ്രത്യേകത നമുക്കറിയാം. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികളായി മിശിഹായുടെ കബറിടത്തിൽ കാണപ്പെട്ട മാലാഹമാരാണവർ. ഈശോയെ അന്വേഷിച്ച് കബറിടത്തിലെത്തിയ സ്ത്രീകളോട് അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് മാലാഹമാരുടെ സ്ഥാനത്ത് നിന്ന് ശംശാനമാർ ഈശോയുടെ ഉത്ഥാനം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ട് മാറുന്നു. സ്ലീവായും എവൻഗേലിയോനും ബലിപീഠത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഡീക്കന്മാർ ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ താഴെ കാർമ്മികനും ആർച്ച് ഡീക്കനും ഹൈക്കലയുടെ മധ്യത്തിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമത്തിനായി ഒരുങ്ങുന്നു. ഇപ്പോൾ ആലപിക്കപ്പെടുന്ന ഗീതത്തിനിടയിൽ കാർമ്മികൻ സമചതുരാകൃതിയിലുള്ള വിരിപ്പിൻ്റെ 4 വശങ്ങളിലുമായി സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. പുരോഹിതൻ നടത്തുന്ന ഈ സാഷ്ടാംഗ പ്രണാമവും അതിനോടനുബന്ധിച്ച് ആലപിക്കപ്പെടുന്ന ഗീതവും തുടർന്ന് മദ്ബഹായിൽ നടത്തപ്പെടാൻ പോകുന്ന കൂദാശയുടെ പരികരണത്തെക്കുറിച്ചുള്ള അറിയിപ്പും അതിനായുള്ള ഒരുക്കവും അതിൻ്റെ വ്യാഖ്യാനവുമാണ്. ഈശോ ശിഷ്യന്മാർക്കൊപ്പം സെഹിയോൻ ശാലയിൽ അർപ്പിച്ച ആദ്യ ബലിക്ക് മുൻപായി ശിഷ്യന്മാരുടെ കാൽപാദം കഴുകിയതിനെ ഈ 12 കുമ്പിടിയിലുകൾ സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു. കാൽവരിയിലെ ബലിക്കൊരുക്കമായി ഗത്സമേൻ തോട്ടത്തിൽ വച്ച് പിതാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി പ്രാർത്ഥിച്ച ഈശോയെയും പുരോഹിതൻ്റെ ഈ സാഷ്ടാംഗ പ്രണാമം അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുരോഹിതൻ്റെ വ്യക്തിപരമായ ഒരുക്കത്തിൻ്റെ സമയം കൂടിയാണ് ഈ സാഷ്ടാംഗ പ്രണാമം. തൻ്റെ ഉന്നതവും ശ്രേഷ്ഠവുമായ അധികാരത്തെപ്പറ്റി ബോധവാനായ പുരോഹിതൻ മദ്ബഹായിൽ പ്രവേശിക്കുന്നതിന് മുൻപ് എളിമയോടുകൂടി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആലപിക്കുന്ന പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ എന്ന വളരെ മനോഹരമായ ഗീതം ബലിപീഠത്തിൽ പ്രവേശിച്ച് പുരോഹിതൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരാധനാ സമൂഹത്തിന് വെളിപ്പെടുത്തുകയാണ്. പുരോഹിതൻ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ച് നിർമ്മലമായ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്നിറങ്ങി മിശിഹായുടെ ശരീരത്തെയും രക്തത്തെയും പവിത്രീകരിക്കുന്നു. മദ്ബഹായിൽ സംഭവിക്കുന്ന ഈ രക്ഷാകര രഹസ്യങ്ങളിൽ യോഗ്യതയോടെ പങ്കെടുക്കുവാൻ ആരാധനാ സമൂഹത്തിനോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണിത്. അങ്ങനെ കൂദാശ പരികരണത്തിൽ പങ്കെടുക്കുവാനുള്ള വലിയ ഒരുക്കത്തിൻ്റെ സമയമായി ഈ സാഷ്ടാംഗ പ്രണാമം മാറുന്നു. അങ്ങനെ നല്ലതുപോലെ ഒരുങ്ങി വിശുദ്ധ രഹസ്യങ്ങളിൽ നമുക്കും പങ്കുചേരാം. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുവിതാ റൂഹാ വന്നു വസിച്ചു